ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മളുടെ സെറ്റ് പേപ്പർ 1 പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ് ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അതിൽ ഫെബ്രുവരി മാസത്തിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ആൻഡ് തീംസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് മാർച്ച്, ഏപ്രിൽ, മെയ് ഈ 3 മാസങ്ങളിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സും ദെൻ അതിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മാർച്ചിലെ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് ഡേറ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് മാർച്ച് 1 രണ്ടെണ്ണം ഉണ്ട്. സീറോ ഡിസ്ക്രിമിനേഷൻ ഡേയും വേൾഡ് സിവിൽ ഡിഫൻസ് ഡേയും മാർച്ച് 1 ആണ്. ദെൻ മാർച്ച് 3 വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ് 3 മാർച്ച് എന്ന് പറയുന്നത്. ദെൻ 4 മാർച്ച് നാഷണൽ സേഫ്റ്റി ഡേ. 4 മാർച്ച് നാഷണൽ സേഫ്റ്റി ഡേ. ദെൻ അടുത്തത് അത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നമുക്കറിയാം, നമ്മൾ കണ്ടിരുന്നു, ഫെബ്രുവരിയിൽ നമ്മൾ കണ്ടു നമ്മളുടെ നാഷണൽ വുമൻസ് ഡേ 13 ഫെബ്രുവരിയാണ് നമ്മുടെ സരോജിനി നായിഡുവിൻ്റെ ബർത്ത്ഡേ. ദെൻ ഇത് കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. ഇൻ്റർനാഷണൽ വുമൻസ് ഡേ മാർച്ച് 8 നമുക്കറിയാം. പക്ഷേ ഇതിൻ്റെ തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആൻഡ് ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ വുമൻസ് ഡേയുടെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. ദെൻ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ 15 മാർച്ചാണ്. വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്നാണ് 15 മാർച്ചാണ്. അടുത്തത് ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാം. ഏതൊക്കെയാണ്? ഇൻ്റർനാഷണൽ വുമൻസ് ഡേ, ദെൻ വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ. ഓക്കെ. ദെൻ നാഷണൽ വാക്സിനേഷൻ ഡേ 16 മാർച്ചാണ്. അതിന് തീം എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ഗ്യാപ്സ് ബിൽഡിംഗ് അലയൻസ് എന്നുള്ളതാണ്. ബ്രിഡ്ജിങ് ഗ്യാപ്സ് ആൻഡ് ബിൽഡിംഗ് അലയൻസ്. ദെൻ അടുത്തത് നമ്മളുടെ TB വേൾഡ് ട്യൂബർക്കുലോസിസ് ഡേ 24 മാർച്ചാണ്. അപ്പോൾ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കാനാണ് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ 3 മാർച്ച്, നാഷണൽ സേഫ്റ്റി ഡേ 4 മാർച്ച്, ഇൻ്റർനാഷണൽ വുമൻസ് ഡേ മാർച്ച് 8 നമുക്കറിയാം. പക്ഷേ അതിൻ്റെ തീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സലറേറ്റ് പ്രോഗ്രസ് എന്നുള്ളതാണ്. അടുത്ത വേൾഡ് കൺസ്യൂമർ റൈറ്റ് ഡേ ആണെങ്കിൽ 15 മാർച്ച് ഓർത്ത് നോക്കുക, നമ്മളുടെ അവകാശമാണല്ലോ. അപ്പോൾ വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്ന് പറയുന്നത് 15 മാർച്ചാണ്. നാഷണൽ വാക്സിനേഷൻ ഡേ ആണെങ്കിൽ 16 മാർച്ച്. ദെൻ അതിന് തീം എന്ന് പറയുന്നത് ബ്രിഡ്ജിങ് ഗ്യാപ്സ് ബിൽഡിംഗ് അലയൻസ് എന്നുള്ളതാണ്. ദെൻ TB ഡേ എന്ന് പറയുന്നത് 24 മാർച്ച്. ഇനി നമുക്ക് ഏപ്രിലെ ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് അതിൻ്റെ തീം ഒന്ന് നോക്കാം. ഫസ്റ്റ് വേൾഡ് ഹെൽത്ത് ഡേ. വേൾഡ് ഹെൽത്ത് ഡേ എന്ന് പറയുന്നത് 7 ഏപ്രിലാണ്. അതിൻ്റെ തീം 2024 അതിൻ്റെ തീം എന്ന് പറയുന്നത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നുള്ളതാണ്. മൈ ഹെൽത്ത് മൈ റൈറ്റ് അതാണ് വേൾഡ് ഹെൽത്ത് ഡേ. 7 ഏപ്രിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഈ വർഷത്തെ തീം മൈ ഹെൽത്ത് മൈ റൈറ്റ്. ദെൻ വേൾഡ് ഹോമിയോപ്പതി ഡേ, അത് 10th ഏപ്രിലാണ് വേൾഡ് ഹോമിയോപ്പതി ഡേ. ദെൻ വേൾഡ് ആർട്ട് ഡേ, അത് ഓർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. വേൾഡ് ആർട്ട് ഡേ 15th ഏപ്രിലാണ്. ദെൻ നെക്സ്റ്റ് സേവ് ദ എലിഫൻറ്റ് ഡേ 16th ആണ്. വേൾഡ് ആർട്ട് ഡേ എന്ന് പറയുന്നത് 15th ഏപ്രിൽ. അതിനുശേഷം 16th ഏപ്രിലേക്കാണ് സേവ് ദ എലിഫൻറ്റ് ഡേ എന്ന് പറയുന്നത്. ദെൻ വേൾഡ് ഹെറിറ്റേജ് ഡേ 18th ഏപ്രിലാണ്. വേൾഡ് ഹെറിറ്റേജ് ഡേ 18th ഏപ്രിൽ. ദെൻ നെക്സ്റ്റ് വേൾഡ് റിവർ ഡേ 19th ഏപ്രിൽ. ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാൻ എളുപ്പമുണ്ട്. കാരണം 15, 16, 18, 19 അങ്ങനെ ആ ഒരു ഓർഡറിലൊന്നും ഓർത്ത് വെക്കാം. വേൾഡ് ആർട്ട് ഡേ എന്ന് പറയുന്നത് 15th ആണ്. സേവ് ദ എലിഫൻറ്റ് ആണെങ്കിൽ 16th. വേൾഡ് ഹെറിറ്റേജ് ഡേ ആണെങ്കിൽ 18th. വേൾഡ് റിവർ ഡേ ആണെങ്കിൽ 19th. ദെൻ എർത്ത് ഡേ, അത് ഓർത്ത് വെക്കാം അല്ലേ. എർത്ത് ഡേ എന്നാണ് 22nd ഏപ്രിൽ. അതിൻ്റെ ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നുള്ളതാണ്. ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. ദെൻ ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ജസ്റ്റ് ആഡ് ചെയ്യുന്നുള്ളൂ, വേണമെങ്കിൽ ഓർത്ത് വെക്കാം. ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ 29th ഏപ്രിൽ. നെക്സ്റ്റ് മെയ്യിലേതാണ്. മെയ്യിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. ഒന്ന് നമ്മൾ ഇൻ്റർനാഷണൽ ലേബർ ഡേ. 1 മെയ് തൊഴിലാളി ദിനമാണ് നമുക്കറിയാം. അതെന്താണ്? ഇൻ്റർനാഷണൽ ലേബർ ഡേ. ദെൻ വേൾഡ് ആസ്മ ഡേ ആണ് 1 മെയ്. ഇത് 1 മെയ് തന്നെയാണ് ഇൻ്റർനാഷണൽ ലേബർ ഡേയും. ദെൻ അതുപോലെ വേൾഡ് ആസ്മ ഡേയും. ദെൻ വേൾഡ് അത്ലറ്റിക്സ് ഡേ 7th മെയ് ആണ്. ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം 12th മെയ് ആണ്. ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ 12th മെയ്. ദെൻ അതിൻ്റെ ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ എന്നുള്ളതാണ്. അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ. ദെൻ മദേഴ്സ് ഡേ 12th മെയ്. അതൊക്കെ ഓർത്ത് നോക്കുന്നല്ല എന്നാണ് മദേഴ്സ് ഡേ എന്നാണ് 12th മെയ്. ദെൻ അടുത്തത് വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ എന്നാണ് 17th മെയ്. അപ്പം വലിയൊരു പ്രോബ്ലം ആണല്ലേ ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ എന്ന് പറഞ്ഞാൽ 17th മെയ് ആണ്. ദെൻ ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേയും ആൻറ്റി ടെററിസം ഡേയും ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കുക. ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ ആണെങ്കിൽ 18th ഡേ. നാഷണൽ ആൻറ്റി ടെററിസം ഡേ എന്ന് പറഞ്ഞാൽ 21st മെയ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെയ്യിൽ ഫസ്റ്റിൽ നമുക്ക് ഓർത്ത് നോക്കണം ഇൻ്റർനാഷണൽ ലേബർ ഡേയും വേൾഡ് ആസ്മ ഡേയും 1 മെയ് ആണ്. വേൾഡ് അത്ലറ്റിക്സ് ഡേ 7th മെയ്. നാഷണൽ നഴ്സസ് ഡേ 12th മെയ് ആണ്. അതിൻ്റെ തീം ഒന്ന് ഓർത്ത് നോക്കുക, നല്ലതായിരിക്കും. അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ. ദെൻ മദേഴ്സ് ഡേ 12th മെയ്. വേൾഡ് ഹൈപ്പർ ടെൻഷൻ ഡേ 17th മെയ്. ദെൻ ഉള്ളത് ഇൻ്റർനാഷണൽ മ്യൂസിയം 18th. ദെൻ ഇൻ്റർനാഷണൽ ആൻറ്റി ടെററിസം ആണെങ്കിൽ 21st മെയ്. അപ്പോൾ ജൂലൈയിൽ നടക്കാനിരിക്കുന്ന എക്സാമിന് നമുക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തവർക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ എക്സാമിന് പോകാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് പേപ്പർ 1ൻ്റെ കേസിൽ ഒത്തിരി ടെൻഷൻസ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ റാപ്പിഡായിട്ട് നമ്മൾ 10 ദിവസം കൊണ്ട് നമ്മളുടെ പേപ്പർ 1 അതിൻ്റെ ഏരിയാസ് മുഴുവൻ നമ്മളൊന്ന് കവർ ചെയ്ത് പോവുകയാണ്. അപ്പം നമുക്ക് അത്യാവശ്യം നല്ല ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പേപ്പർ 1ൻ്റെ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മുഴുവൻ നമ്മളുടെ PPT യൂസ് ചെയ്തിട്ട് നമ്മൾ PPT ക്ലാസ്സുകളിലൂടെ നമ്മൾ ഒരു ലൈവ് ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ 10 ലൈവ് സെക്ഷനിലൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് മുഴുവൻ നമ്മൾ കവർ
കവർ ചെയ്തെടുക്കുവാണ്. ദെൻ നമ്മളുടെ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. നമുക്ക് ഒരു ടൈം, ക്ലാസ്സിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ 4 o'clock to നമ്മുടെ 6:30 ആ ഒരു ടൈമാണ് നമ്മൾ ക്ലാസ്സിന് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 1-2 ദിവസങ്ങളായിരിക്കും ക്ലാസ്സിന് ശേഷം അതിൻ്റെ റെക്കോർഡ് പ്ലസ് PPT നമ്മൾ ഗ്രൂപ്പിൽ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.